സ്കോട്ടിൻ്റെ സ്പീഡ്സ്റ്റർ സീരീസിലെ സ്പീഡ്സ്റ്റർ 10 എന്ന് പറയുന്ന മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഈ ഒരു ബൈക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സ്പീഡ്സ്റ്റർ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടലി ഡിസൈൻ്റെ അകത്തും കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ്. സ്കോട്ടിൻ്റെ ഈ ഒരു സ്പീഡ്സ്റ്റർ എന്നുള്ള റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ മാറി. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആയി. നമുക്ക് കേബിൾസ് ഒന്നും പുറത്ത് കാണത്തില്ല. അതുപോലെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതല്ലേ നമുക്ക് മറ്റ് സ്പീഡ്സ്റ്ററിൽ കാണുന്ന പോലെ തന്നെ ത്രൂ ആക്സിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും. ഇനി നമ്മൾ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ബാക്കിയുള്ള ബൈക്കിൻ്റെ അകത്ത് ഇൻറ്റഗ്രേറ്റഡ് ബൈക്കിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ 105 സീരീസ് ഷിഫ്റ്റേഴ്സ് കാണാം. അതുപോലെ ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു സ്റ്റെമ്മ് നമുക്ക് സ്കോട്ടിൻ്റെ കാണാൻ പറ്റും. സിംഗ്രോസിൻ്റെ തന്നെയാണ് സ്റ്റെമ്മ് വരുന്നത്. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതല്ലേ ഇവിടെ ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങൾ, ഇത് ശരിക്കും ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഇവിടെ ഒരു ഗ്ലോസി സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ബൈക്കിൻ്റെ കുറച്ചും കൂടെ ഒരു എലഗൻറ്റ് ലുക്ക് കൊടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ശരിക്കും വരുന്നത് സ്മോൾ ഫ്രെയിം സൈസാണ് കേട്ടോ. ഈ നിങ്ങൾ കാണുന്ന സ്മോൾ ഫ്രെയിം സൈസാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് സിംഗ്രോസിൻ്റെ സാഡിൽ കാണാം. അതുപോലെ തന്നെ സിംഗ്രോസിൻ്റെ സീറ്റ് പോസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ക്രാങ്ക് നോക്കി കഴിഞ്ഞാൽ 105 ക്രാങ്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഗ്രൂപ്പ് സെറ്റിൻ്റെ അകത്ത് മാറ്റം വന്നിട്ടുണ്ട്. അപ്ഡേറ്റഡ് ഗ്രൂപ്പ് സെറ്റാണ് വരുന്നത്. 2x12 എന്നുള്ള ഗിയർ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് നമുക്ക് സിംഗ്രോസിൻ്റെ തന്നെ റിംസാണ് വരുന്നത്. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് എടുത്താലും സിംഗ്രോസിൻ്റെ റിംസും അതുപോലെ തന്നെ സിംഗ്രോസിൻ്റെ തന്നെ ഹബ്ബുമാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. നമുക്കിനി ഈ ഒരു മോഡലിൻ്റെ അകത്ത് നിലവിൽ എക്സ്ട്രാ സ്മോള് മീഡിയം ലാർജ് ഇങ്ങനെ ഇത്രയും ഫ്രെയിം സൈസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2 കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് നോ കോസ്റ്റ് EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾ നോർമൽ ഒരു MTB അല്ലെങ്കിൽ ഹൈബ്രിഡ് റൈഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു അപ്ഗ്രേഡേഷൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. നല്ലൊരു എക്സ്ചേഞ്ച് വാല്യൂ തന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിലേക്ക് മാറാനുള്ള ഓപ്ഷൻ നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ ഈ ബൈക്കിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള നേരെ തന്നെ വിളിക്കാവുന്നതാണ്.